ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ഫാനിനെ എങ്ങനെ നമുക്ക് BLDC ഫാനാക്കി മാറ്റാമെന്നുള്ളത്. എനിക്ക് ഈ BLDC ഫാൻ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നോക്കാം. സാധാരണ ഒരു ഫാൻ ഉപയോഗിക്കുന്ന കറണ്ട് കൊണ്ട് നമുക്ക് 3 BLDC ഫാനുകൾ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നല്ലേ, അതായത് നമുക്കൊരു 30 വാട്ട്സിലും കുറവേയും ഒരു BLDC ഫാൻ എടുക്കുകയുള്ളൂ. നമുക്ക് സാധാരണ ഒരു ഫാനാണെങ്കിൽ 70, 75, 100 വാട്ട്സ് വരെ എടുക്കും. അപ്പോൾ ഈ BLDC ഫാൻ പുതുത് വാങ്ങുമ്പോൾ ഇതിൻ്റെ പകുതി പോലും വിലയാവുന്നില്ല നമുക്ക് ഈ കിറ്റ് മേടിക്കുകയാണെങ്കിൽ. അത് നമുക്ക് തന്നെ ഈ വീഡിയോ കണ്ടോക്കെ എങ്ങനെ ഒരു സാധാരണ ഫാനെ നമുക്ക് BLDC ഫാനാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് എത്താൻ അത് സഹായിക്കും. അതുകൊണ്ട് ഇനി വീഡിയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഫാനിനെ BLDC ആക്കി മാറ്റാൻ വേണ്ടിയുള്ള കിറ്റ്. ഇതുപോലുള്ള ഒരു ഫാനിനെയാണ് നമ്മളിനി BLDC ആക്കി മാറ്റാൻ പോകുന്നത്. ഇത് നമ്മുടെ മാഗ്നറ്റാണത്. ഇത് സാധാരണ പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഇതാണ് അതിൽ വരുന്ന കോയില്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് കൺട്രോൾ ബോർഡ്. അതിൻ്റെ പവർ സപ്ലൈ ആണത്. ഇത് പവർ സപ്ലൈ. അതിൻ്റെ പുറത്ത് കാണുന്നത് ഇതാണ് അതിൻ്റെ കൺട്രോൾ ബോർഡ്. ഇനി ഇത് റിമോട്ട്. നമുക്ക് റിമോട്ടിൽ ഫാൻ ഓൺ ഓഫ് ചെയ്യുക, സ്പീഡ് കുറക്കുക, കൂട്ടുക, എല്ലാം ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ വരുന്നൊരു കപ്പാണത്. അതുപോലെ തന്നെ ആ ബോർഡ്, കൺട്രോൾ ബോർഡെല്ലാം സേഫ്റ്റി ആയി ഇരിക്കുന്നതിൻ്റെ ഒരു അടപ്പുണ്ടത്. ഞാൻ BLDC ഫാനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു ഫാനിൻ്റെ ഇതുപോലെ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിരുന്നു. ബെയറിങ് ഞാൻ പുതിയതിട്ടിട്ടുണ്ട്. ബെയറിങ് 2 സൈഡിലെ ബെയറിങ് പുതിയത് വെച്ച് നമ്മൾ ഇതിൻ്റെ ഈ റിങ്ങൊന്നും നമുക്ക് ആവശ്യമില്ല. പഴയ റിങ്ങെന്നൊക്കെ നമ്മൾ അഴിച്ചു മാറ്റുന്നത് സ്ട്രൈറ്റർ. ഇനി നമ്മൾ ഈ പുതിയ കോയിൽ അതുപോലെ ഇറക്കി വെക്കുക ബെയറിങ്ങിലേക്ക്. ഒന്ന് ടൈറ്റായി നിൽക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാമർ എന്തെങ്കിലും വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ ആ മാഗ്നറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഭാഗത്തേക്ക് മാഗ്നറ്റ് പിടിച്ചിട്ട് മാഗ്നറ്റ് പൊട്ടിപ്പോവാതെ നോക്കണം നമ്മൾ. ഇനി നമ്മൾ 4 സ്പൈസർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് ട്രിപ്ലെക്സ് പേപ്പറോ അല്ലെങ്കിൽ നല്ല കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ ഏതായാലും വെച്ചാലും മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചാലും മതി. 4 സ്പേസും കറക്റ്റ് ചെയ്യണം. അത്രയുള്ള 4 ഭാഗത്തും കറക്റ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഇത് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ആ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ വളരെ കറക്റ്റ് ചെയ്ത് നോക്കി മാത്രം മാർക്ക് ചെയ്യുക. കുറച്ച് കൂടുതൽ വെക്കുക. കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ വെച്ചാൽ നമുക്കത് വീണ്ടും നമുക്ക് ഫയൽ ചെയ്ത് കട്ട് ചെയ്ത് കളയുക ചെയ്യാം. നമ്മൾ ഒരു ആക്സ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ബ്ലേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിക്കാം. അതുപോലെ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. നമുക്ക് കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിക്കാം, ബ്ലേഡായിട്ട് കട്ട് ചെയ്ത് കളയാൻ കഴിയും. ഇത് പ്ലാസ്റ്റിക്കാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് ബ്ലേഡ് തന്നെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ 3-4 കട്ട് ചെയ്തു. ഇപ്പോൾ 2 ബാക്കിയുണ്ട്. അതും കൂടി കട്ട് ചെയ്ത് കുറച്ച് കൂടുതലുണ്ട്. നമുക്കത് ഫയൽ ഉപയോഗിച്ചിട്ടൊന്ന് ഫയൽ ചെയ്ത് കളയാം, കറക്റ്റ് ചെയ്യാം. ഫയലല്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എമരി പേപ്പറാണ്. അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് ഫയൽ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ പൊങ്ങി നിൽക്കുന്നത് കാണാം. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ചില മോഡലിൽ അത് ഇറങ്ങിയിരിക്കില്ല. ആ റിങ് നമ്മൾ പഴയ ഫാനിന് ഉപയോഗിച്ച സ്ട്രൈറ്റർ നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട്
ഫയൽ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ നമ്മൾ ഫയൽ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ആദ്യം റോട്ടർ കോയിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇറങ്ങിയിരിക്കുന്നുണ്ടോ എന്നൊന്ന് റീചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ കോയിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനത് ഫുള്ള് ഫയൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായി ഇറങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളതിനകത്ത് മാഗ്നറ്റ് വെച്ച് ഗ്ലൂ ഉപയോഗിച്ചതൊന്ന് ഉറപ്പിക്കുക. അതുപോലെ നമുക്ക് ഇനി കോയിൽ അതിൻ്റെ സ്പ്രിങ് നമ്മളെ പഴയ സ്പ്രിങ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ സ്പ്രിങ് എടുത്ത് വെച്ച് കോയിൽ ഇതുപോലെ അതിനകത്ത് കയറ്റി വെക്കുമ്പോൾ കോയിൽ ഡാമേജ് ആവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ കവറ് അടക്കാം. കവർ അടച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ അടയത്തക്ക രീതിയിൽ വെക്കുക. നമ്മൾ അതിൽ നിന്ന് ഊരി വെച്ചിട്ടുള്ള സ്ക്രൂ 3 സ്ക്രൂ കാണും. അത് നമ്മൾ അതിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊന്ന് കറക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും തട്ടാതെ നല്ല രീതിയിൽ സ്മൂത്തായി തിരിയുന്നുണ്ട് നോക്കുക. ഇനി നമുക്ക് ബോർഡ് ഇതുപോലെ ഇറക്കി വെക്കുക. അതിനകത്തേക്ക് ആ ഹോൾ വഴി നമുക്ക് അതിൻ്റെ കോയിലിൻ്റെ വയർ പുറത്തേക്ക് എടുക്കണം. ശ്രദ്ധിച്ച് ഡാമേജ് ആവാതെ എടുക്കുക. ഇനി നമ്മൾ കോയിലിൽ നിന്ന് വരുന്ന വയർ നോക്കൂ, ജിഗിനകത്തേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്തിരുന്ന ഒരു സ്ക്രൂ കാണും നമ്മൾ പഴയ ഫാനിൻ്റെ. ആ സ്ക്രൂ നമ്മൾ ഇനി ഇതിൽ ആ ഹോള് കാണുന്നിടത്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. സെൻസർ നമ്മൾ ഇതുപോലെ ഹോൾ വഴി പുറത്തേക്ക് എടുക്കുക. ഞാൻ കണക്ടറിൻ്റെ ഭാഗം നമുക്ക് പുറത്തുനിന്ന് നമ്മൾ AC സപ്ലൈ കൊടുക്കാൻ വേണ്ടി കണക്ടർ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ക്യാപ്പ് അടയ്ക്കേണ്ടത്. ഈ സെൻസർ നമുക്കിനി ഈ കപ്പിന് ഹോൾ ഇട്ടതിന് ശേഷം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ AC വയർ സപ്ലൈ കണക്ട് ചെയ്യാണ്. റിമോട്ടിന് AAA 2 ബാറ്ററി ആയിട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫാനിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫാന് റൂമിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഫാന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേറൊരു ഫംഗ്ഷൻ കൂടി, നമുക്കിത് റിവേഴ്സിൽ കറക്കാൻ കഴിയും. നമുക്ക് മുകളിൽ ഡസ്റ്റൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് കറക്കിയിട്ട് ആ ഫാനിൻ്റെ ഡസ്റ്റ് കളയാൻ പറ്റും. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഇതിനകത്ത്. നമ്മൾ റിവേഴ്സ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിനു ശേഷം ഇപ്പോൾ കറങ്ങിയതിന് ഓപ്പോസിറ്റ് കറങ്ങാൻ തുടങ്ങും. കണ്ടില്ല, ഇപ്പോൾ റിവേഴ്സാണ് കറങ്ങുന്നത് ഫാന്. അപ്പോൾ മുകളിലേക്കാണ് കാറ്റ് പോവുക. ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓപ്പോസിറ്റ് കറക്റ്റ് തിരിയാൻ തുടങ്ങും. നമുക്കിതിനകത്ത് ടൈമറൊക്കെ ഉണ്ട്. നമുക്ക് എത്ര മണിക്കൂറാണ് വേണ്ടത് വെച്ചാൽ അതിനകത്ത് സെറ്റ് ചെയ്ത് 2 മണിക്കൂർ 4 മണിക്കൂർ 8 മണിക്കൂർ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ നിൽക്കും. അതുപോലെ സ്മാർട്ട് കൺട്രോൾ ഉണ്ട്. അതുപോലെ നമുക്കിതിനകത്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3, 6 വരെ ബട്ടൺ ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. രണ്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 2-ലിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ. 2-ലൊക്കെ ഇടുമ്പോൾ വളരെ ചുരുങ്ങിയ കറണ്ട് ഉപയോഗിക്കുള്ളൂ. ഒന്ന് 6-ലേക്ക് മാറ്റാൻ പോവാണ്. 6-ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറന്നു പോകുന്ന സൈസ് കാറ്റാണ്. അത്രയും സ്പീഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.